ഈ കോവയ്ക്ക ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ടോ? കോവയ്ക്ക ഉപ്പിലിടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അച്ചാർ ഇട്ടുകൂടാ? അങ്ങനെ ഒരു വൈകുന്നേരം ഞാൻ കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ കയറി വന്നപ്പോഴത്തേക്ക് കുറച്ച് കോവയ്ക്കായിട്ടാണ് കേട്ടോ വന്നത്. ഞാനാണെങ്കിൽ കോവയ്ക്ക ഉപ്പിലിട്ടതും കഴിച്ചിട്ടില്ല, അച്ചാറിട്ടതും കഴിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് കോവയ്ക്ക അച്ചാർ ഇടാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ അച്ചാറും ഇല്ല, അച്ചാറിന്റെ കുപ്പിയില്ല. എന്തിനാ പോലും ഞാൻ മറന്നുപോയിരിക്കുന്നു ഗൈസ്. അടുക്കളയുടെ ഒരു ഭിത്തിയലമാര നിറച്ച് അച്ചാറും ഉപ്പിലിട്ടതും ഒക്കെ, അതാണ് എന്റെ സ്വപ്നം. അല്ല, അതായിരുന്നു എന്റെ സ്വപ്നം. എന്റെ ഹൃദയത്തിന്റെ അടുക്കള കോണിൽ എവിടേക്ക് ഒളിഞ്ഞു കിടക്കുന്ന അച്ചാർ സൈക്കിൾ ഉണരുമ്പോൾ ഞാനിങ്ങനെ കുറെ അച്ചാറിട്ട് വെക്കും. അങ്ങനെ വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. കോവയ്ക്ക് എന്റെ മനയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് അരിഞ്ഞു തുടങ്ങാം. പറഞ്ഞു അരിഞ്ഞു തുടങ്ങിയത് പറയാൻ മറന്നുപോയി. ഈ വിരലിന്റെ ഷേപ്പിലുള്ള കനം കുറഞ്ഞ കോവയ്ക്ക, അതാണ് ഈ ദൗത്യത്തിന് നല്ലത് എന്നാണ് എന്റെ ഒരു ഇത്. നന്നായിട്ട് കഴുകി തുടച്ച് വട്ടം അരിഞ്ഞെടുക്കണം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉലുവയും കടുകും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ പൊട്ടി തെറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇത് ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ടെന്ന് പുറകിനാരോ പുലമ്പുന്നത് കേട്ട് നോക്കിയപ്പോൾ അത് അമ്മച്ചിയായിരുന്നു പറഞ്ഞത്. ശരിയായിരുന്നു, ഈ സമയത്തല്ലായിരുന്നു ഇട്ടേണ്ടത്. കൂടി വന്ന പൊട്ടലും ചീറ്റിലും സ്ഫോടനമാകുന്നതിന് മുമ്പ് ഞാൻ കോവയ്ക്കേനെ പെറുക്കി ഇട്ട് ഓക്കെ ആക്കി. ആവശ്യത്തിൽ കൂടുതൽ ഉപ്പ് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കോവയ്ക്കയുടെ കണ്ണിൽ പൊടിയിടാം. മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി, ചതച്ച മുളക് പൊടി, അഡീഷണൽ ആയിട്ട് ഞാൻ ഇവിടെ കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അച്ചാർ ഇടുമ്പോൾ എനിക്ക് എന്തോ കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് ആണ്. അതായത് കുറച്ച് പൊടികളൊക്കെ കൂടിയാലും ഇതങ്ങ് ബാലൻസ് ആയിക്കോളും. ഞാൻ സാധാരണ അച്ചാർ ഇടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പകലിരുന്ന് എല്ലാം അരിഞ്ഞൊക്കെ വെക്കും, ഉണക്കാനുള്ളതൊക്കെ ഉണക്കി വെക്കും, അതായത് കുപ്പി ഉൾപ്പെടെ. അതിനുശേഷം രാത്രിയിൽ ഇരുന്ന് അച്ചാറിടും. രാത്രിയിൽ ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് അരിപ്പപാത്രമോ കൊട്ടയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് മൂടി രാവിലെ ഇത് കുപ്പിയിലാക്കുന്ന പരുവത്തിന് കിട്ടുന്ന രീതിയിലാണ് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത്. പൊടിയിടൽ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ഫ്ലെയിമിൽ തന്നെ അടുപ്പിന്റെ ചോട്ട് നിന്ന് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കി ആ ഒരു ഈർപ്പമൊക്കെ പോയി ഇതെല്ലാം വരണ്ട് നല്ല ബ്ലെൻഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റും. ഈ അച്ചാർ കണ്ടാൽ ഇത് വെള്ളത്തിലാണോ എണ്ണയിലാണോ ഉണ്ടാക്കിയെന്നൊരു സംശയമില്ല, അതെനിക്കും ഉണ്ട്. എന്തായാലും എനിക്ക് കുറച്ച് എണ്ണ കൂടുതൽ നിൽക്കുന്ന അച്ചാറാണ് ഇഷ്ടം. ഇങ്ങനെയാണോ അച്ചാർ ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ചാർ ഞാൻ ഇങ്ങനെയാണ് ഇട്ടത്. എന്നാൽ ഞാൻ എല്ലാ അച്ചാറും ഇങ്ങനെയല്ല ഇടുന്നത്. ആരോഗ്യപരമായ അച്ചാർ അത്ര നല്ലതല്ല എന്നുള്ളത് എല്ലാവരും പോലെ എനിക്കറിയാം. എന്നാലും ഒരു നേരം ഉച്ചകൊണ്ട് കറിയില്ലാണ്ട് വന്നാൽ അച്ചാർ ഒരു കരുതലല്ലേ. അങ്ങനെ വട്ടത്തിൽ നീളത്തിൽ ത്രികോണ ഇളക്കി കോവയ്ക്കയുടെ ആത്മാവ് പോണ പരിവായപ്പോ എന്നോട് പറയാ അടിയനെ പോകാൻ അനുവദിക്കണോ. വായി വെച്ച് കൂട്ടിട്ട് കൊല്ലാന്നുണ്ടെങ്കിൽ തന്റെ സ്ഥാനം കടക്കുപുറത്ത്, അല്ലാന്ന് വെച്ചാൽ തനിക്കിന് മടക്കമില്ല. അങ്ങനെ നേരം വെളുത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കോവയ്ക്ക അച്ചാറിന് മടക്കമില്ല. അത്രയും സൂപ്പർ ആയിട്ടാണ് കോവയ്ക്ക അച്ചാർ കിട്ടിയിരിക്കുന്നത്. 5 കിലോ അച്ചാറിന്റെ കഥ പറഞ്ഞിട്ട് ഞാൻ 1/2 കിലോ അച്ചാർ പോലും ഉണ്ടാക്കില്ല എന്നുള്ളത് വേറൊരു സത്യം. എനിക്കല്ലെങ്കിൽ ഈ കുടുംബക്കുപ്പിയിൽ കൊള്ളാവുന്ന അച്ചാറൊക്കെ മതിയെന്ന്. അച്ചാർ കൊണ്ട് പാത്ത് വെക്കട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുതേ.